MSPക്ക് കീഴിൽ എയ്ഡഡ് പദവിയിൽ പ്രവർത്തിക്കുന്ന മലപ്പുറം MSP ഹയർ സെക്കൻഡറി സ്കൂൾ സർക്കാർ ഏറ്റെടുക്കണമെന്ന് നിയമസഭാ സമിതിയുടെ റിപ്പോർട്ട് അടിയന്തരമായി നടപ്പാക്കണമെന്ന് സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ. സ്കൂൾ ഏറ്റെടുക്കുന്നതിനായി പൊതുവിദ്യാഭ്യാസ വകുപ്പിന് നിർദ്ദേശം നൽകുമെന്നും കമ്മീഷൻ പറഞ്ഞു. മലപ്പുറം കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ കമ്മീഷൻ അംഗം A. സൈഫുദ്ദീൻ ഹാജിയുടെ നേതൃത്വത്തിൽ നടന്ന സിറ്റിംഗിലാണ് ഇത് സംബന്ധിച്ച് നിർദ്ദേശം നൽകാൻ തീരുമാനമായത്. MSP കമാൻഡന്റ് മാനേജറായി മേൽനോട്ടം നിർവഹിക്കുന്ന സ്കൂളിലെ നിയമനങ്ങളിൽ സംവരണത്വം പാലിക്കുന്നില്ലെന്നും കമാൻഡിന്റെ അധികാര പരിധിയിൽ നിന്ന് മാറ്റി സ്കൂൾ പൂർണ്ണമായും സർക്കാർ ഏറ്റെടുക്കണമെന്നും കാണിച്ച് മലപ്പുറം ചീനിത്തൂർ സ്വദേശി നൽകിയ ഹർജിയിലാണ് തീരുമാനം. MSP സ്കൂളിന് വേണ്ടി കമാൻഡന്റ് സിറ്റിംഗിൽ ഹാജരായി. തിരുത്തുഞ്ചത്ത് ജസ്റ്റിൻ മലയാളം സർവകലാശാലയിൽ PhD പഠനത്തിന് അർഹരായവരുടെ പട്ടികയിൽ തന്റെ പേര് ഉൾപ്പെടുത്തിയെന്ന് കാണിച്ച് വിദ്യാർത്ഥിനി നൽകിയ പരാതിയും കമ്മീഷന്റെ പരിഗണനക്കെത്തി. PhD പ്രവേശനത്തിലുള്ള വിദ്യാർത്ഥികളുടെ പട്ടിക 7 മാനദണ്ഡങ്ങൾ അനുസരിച്ച് മാർക്ക് നൽകിയാണ് തയ്യാറാക്കിയതെന്നും എന്നാൽ ഒരു മാനദണ്ഡത്തിന് പോലും ഈ വിദ്യാർത്ഥിനിക്ക് മാർക്ക് നൽകിയില്ലെന്നും കമ്മീഷൻ ബോധ്യപ്പെട്ടു. ഈ നടപടിയിൽ കമ്മീഷൻ തികഞ്ഞ അതൃപ്തി രേഖപ്പെടുത്തി. വീടിന്റെ തറ വിസ്തീർണം കൂടുതലാണെന്ന കാരണം പറഞ്ഞ് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ നൽകിയ അപേക്ഷ തള്ളിയെന്ന തവന്നൂർ മാറഞ്ചേരി സ്വദേശിയുടെ പരാതിയും കമ്മീഷന് മുന്നിലെത്തി. വീടിന് വിസ്തീർണം കൂടുതലാണെങ്കിലും 40 വർഷത്തിലധികം പഴക്കം വീടുണ്ടെന്നും പരാതിയിൽ പറഞ്ഞിരുന്നു. നിലവിലെ മാനദണ്ഡ പ്രകാരം ഇത്തരം അപേക്ഷകളിൽ പെൻഷൻ നൽകാൻ കഴിയില്ലെന്ന് സിറ്റിംഗിൽ ഹാജരായ തവന്നൂർ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി അറിയിച്ചു. ഇത്തരത്തിലുള്ള പരാതികളിൽ കൂടുതൽ ഉദാരമായ സമീപനം കാണിക്കണമെന്ന് കമ്മീഷൻ സർക്കാരിനോട് ശുപാർശ ചെയ്യും. നമ്മുടെ സംതൃപ്തിയേക്കാൾ വിലപ്പെട്ടതാണ് നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം. പരിശുദ്ധമായവ ഹൃദയപൂർവ്വം സമ്മാനിക്കുമ്പോൾ നമ്മുടെ സന്തോഷവും ഇരട്ടിയാകും. Dubai Golden Diamonds, pride of generations. India, Oman, Bahrain.